ചൂട് ഏറുകയാണ്. അതായത് ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ആശ സി എബ്രഹാമിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി പി രാജീവ്, അതോടൊപ്പം MLA PV ശ്രീനിജൻ, ഒപ്പം മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, കൂടാതെ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. ഇനി എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ അടുത്തതായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഈ രണ്ട് മണ്ഡലങ്ങൾ, ചാലക്കുടി, എറണാകുളം, ഈ രണ്ട് മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളിലെ ആദ്യ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടിയായിരുന്നു. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി വാശിയേറിയ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി. ഇനി അടുത്തത് ബെന്നി ബെഹനാനോടൊപ്പം തന്നെ BDJ സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്താനുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഇടമാണ്. പരമ്പരാഗതമായി മുകുന്ദപുരമായിരുന്നു നേരത്തെ. അവിടെ അടക്കം UDF-നെ തുണച്ചൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷവും ജയിച്ചു കയറിയിട്ടുണ്ട്. ലോനപ്പൻ നമ്പാടൻ, അതോടൊപ്പം തന്നെ ഇന്നസെന്റ് ഉൾപ്പെടെയുള്ളവർ ജയിച്ചു കയറിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷ LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നും ആ പ്രതീക്ഷയുണ്ട്. എന്തായാലും വാശിയേറിയ പോരാട്ടം അവിടെ നടക്കുന്നു. എറണാകുളത്തും ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഇക്കുറിയുള്ളത്. വരും ദിവസങ്ങളിലും ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തും. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ്, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, അതിനുശേഷം സൂക്ഷ്മ പരിശോധന, അത് അംഗീകരിക്കൽ, തുടർന്ന് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടക്കും. എന്തായാലും 26-ന് പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. മുൻപായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ നടത്തി സ്ഥാനാർത്ഥികൾ അങ്കത്തട്ടിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.